പുഷ്പ 2 റിലീസ് തിക്കിലും തിരക്കിലും പെട്ട് ഒരു മരണം. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇതിന് മുൻപ് തന്നെ സാമ്യമുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എത്ര കൊണ്ടാലും കേട്ടാലും പഠിക്കാത്ത കുറേ ജന്മങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ തന്നെയുണ്ട്. നമുക്കൊരു വ്യക്തിയുടെ ആരാധന തോന്നാം എന്ന് കരുതി അതൊരിക്കലും ഒരു അന്ധമായ ആരാധനയിലേക്ക് വഴിമാറരുത്. അവർ ദൈവങ്ങളൊന്നുമല്ല, നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരാണ്. ഓരോരുത്തരും ഓരോരുത്തരുടെ തൊഴിലുകൾ ചെയ്യുന്നു, അവരായിക്കോട്ടെ അവരുടെ തൊഴിൽ ചെയ്യുന്നു, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇത്രയധികം തിക്കിലും തിരക്കിലും ഏത് പാതിരാത്രിക്ക് മണ്ണൻ ഉയിരാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തിയെ കാണാൻ പോകുന്നതിനെയും ഈ ആരാധിക്കുന്നതിനെയുമാണ് സത്യത്തിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആരാധന എന്ന് പറയുന്നത്. അത് അവനവൻ്റെ ജീവന് തന്നെ ഭീഷണിയാകും എന്നുള്ളത് ഇനിയെങ്കിലും ഈ ഒരു സംഭവത്തോടുകൂടി എല്ലാവരും ചിന്തിക്കുക. ഇപ്പോൾ ഈ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടുകാർക്ക് മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാതെ ഈ ഒരു മൂവിയുടെ അഭിനേതാവിനോ അഭിനേത്രിക്കോ അണിയറ പ്രവർത്തകർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പോയോ? ആർക്കും പോയിട്ടില്ല. ഈ ഒരു വ്യക്തിയുടെ വീട്ടുകാർക്ക് മാത്രം. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള മന്ദബുദ്ധി തരങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കുക.